ഹായ് ഫ്രണ്ട്സ്, റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ചായക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ അരി വെള്ളത്തിലിടുകയോ കുതിർത്തോ അരയ്ക്കുകയോ ഒന്നും വേണ്ട. രാവിലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ അപ്പം റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയാട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒരുപാടൊന്നും ചേർക്കണ്ട, വളരെ കുറച്ച് തേങ്ങ ചേർത്താൽ മതി. നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചൂടുവെള്ളമാണ്. അതിന് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് ചെറുതായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളം റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിന് ഒരുപാട് ചൂട് കൂടാൻ പാടില്ല. പാകത്തിന് ചെറിയ ചൂടിന് തന്നെ നമ്മൾ വെള്ളം പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ചൂട് ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം ക്ലിയറായി കിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഒന്ന് കലക്കി ഈ ഒരു പാകത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കിടെ അപ്പത്തിന് കറക്റ്റ് പാകമാണിത്. ഈ ഒരു പാകത്തിൽ ചുട്ടാൽ നല്ല കറക്റ്റായിട്ട് അപ്പം റെഡിയായി കിട്ടും. ഇനി നമ്മളിതിൽ വേണ്ടി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കല്ലിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിച്ച് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കണം. അതിനുശേഷം ഒരു മിനിറ്റോളം ഇരുന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ അപ്പം വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അപ്പമൊക്കെ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ട് അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ അപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇനി ബാക്കി മാവും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. എല്ലാ അപ്പവും നമുക്ക് അതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് മാവ് ഒഴിച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കാം. 1 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ അപ്പം വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മൂടി മാറ്റി അപ്പം വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഫുൾ അപ്പം ഇതുപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞു. എല്ലാ അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നല്ല സ്മൂത്തുമാണ്. ഇത് നമുക്ക് കടലക്കറിയോ മുട്ടക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. രാവിലത്തെ ചായക്കോ ഇനിയിപ്പോൾ വൈകുന്നേരം ചായക്ക് സ്നാക്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തെ ചായക്കോ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒരു അപ്പം തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ബീഫോ എന്ത് കറി വേണമെങ്കിലും കൂട്ടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.